ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഊണിൻ്റെ കൂടിയും എല്ലാവിധ ഡ്രൈ പാക്കുകളുടെയും ഒരേപോലെ കഴിക്കാൻ പറ്റിയ നേന്ത്രക്കായ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാന്തരം ഒരു മസാലക്കറിയാണ്. ഈ മസാലക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നേന്ത്രക്കായ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി പോലുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഈ മസാലക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് മീഡിയം സൈസിലുള്ള 3 നേന്ത്രക്കായ ക്ലീൻ ചെയ്ത് ഏകദേശം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മസാല ഇടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ നേന്ത്രക്കായ മസാലയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ട, അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ ചൂടായ ഒരു സമയത്ത് മസാല പുരട്ടി വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറ്റേ സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ പച്ചക്കായ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ തൊലിയൊന്നും ഒരുപാടൊന്നും കളയണ്ട, ചെറിയ രീതിയിൽ മാത്രം തൊലി കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവാവണ വരെ നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള നേന്ത്രക്കായ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ ഓയിലേക്ക് തന്നെ നമുക്ക് അല്പം സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കഷ്ണം കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, അതേപോലെ 2 ബേ ലീഫ്, അതുപോലെ ചോപ്പ് ചെയ്തെടുത്ത 2 സബോള. പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സ്ലൈസായി നുറുക്കിയെടുത്ത 3 പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റാർട്ടിങ് നമ്മൾ കണ്ടായിരുന്ന ഓയിലൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിന് കിട്ടാനാണ് നമ്മൾ അധികം ഓയിൽ ചേർക്കരുതെന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലല്ല. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണക്ക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്ത മീഡിയം സൈസ് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ നമുക്ക് മസാല ഇട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അല്പം തിക്കാണ്, അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ലൂസാക്കാനായിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രക്കായ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത നേന്ത്രക്കായ മസാലയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നേന്ത്രക്കായ മസാലയിട്ടൊക്കെ നന്നായിട്ടൊന്ന് സിങ്കായി കിട്ടാനായിട്ട് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല അടച്ചു വെച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിന് മൂടി മാറ്റിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത നേന്ത്രക്കായൊക്കെ മസാലയിട്ടൊക്കെ നന്നായിട്ട് സിങ്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കസൂരിമെതി ചേർത്ത് കൊടുക്കാം. കസൂരിമെതി 2 കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്.
അതുപോലെ ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട് അല്പം മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ കൊണ്ടുള്ള മസാലക്കറി ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ ബനാന മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതുമയാർന്ന വീഡിയോയുമായി ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.